ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം ദിവസം 1 പരീക്ഷ വരുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാരെ നിങ്ങളുടെ നാളത്തെ എക്സാമിന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ 1ാം ക്ലാസ്സിലുള്ള കൊച്ചു കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിറം നൽകൂ എന്നത് കേട്ടോ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ മക്കൾ എന്താ ചെയ്യേണ്ടത്? മക്കൾക്ക് ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ള ചിത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് യോജിക്കുന്ന രീതിയിൽ നിറം നൽകുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ പെൻസിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോവാ. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? ചിത്രത്തിന് നിറം നൽകുക കേട്ടോ. ഓക്കെ മക്കളെ, അത് നിങ്ങൾക്ക് വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും തരേണ്ടായിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, വായിക്കൂ നിറം നൽകൂ എന്നത്. അവിടെ മക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല കേട്ടോ നിറം നൽകേണ്ടത്. അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയൊക്കെയാണ് ഓരോ ചിത്രത്തിനും നിറം നൽകേണ്ടത് എന്നുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ടീച്ചർ ഇവിടെ വരയ്ക്കാം. ഒരു 2 പൂക്കളുടെ ചിത്രങ്ങൾ തന്നു കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തു? 2 പൂക്കളുടെ ചിത്രങ്ങൾ തന്നു. എന്നിട്ട് മക്കളെടുത്ത് പറയാണ്, ചിത്രത്തിലുള്ള ചെറിയ പൂവിന് മഞ്ഞ നിറം നൽകൂ. ചിത്രത്തിലുള്ള ചെറിയ പൂവിന് മഞ്ഞ നിറം നൽകൂ എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ചോദ്യ പേപ്പറിലോട്ട് നോക്കിക്കേ. അവിടെ എന്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? പൂക്കളുടെ ചിത്രമാണ് അല്ലെ. 2 പൂക്കളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ള പൂവിന് മഞ്ഞ നിറം നൽകിയാൽ മതിയോ? പോരാ. നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ചെറിയ പൂവിന് മഞ്ഞ നിറം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് കണ്ടെത്തണം? തന്നിട്ടുള്ളവയിൽ ചെറിയ പൂവ് ഏതാന്ന് കണ്ടെത്തണം. ഏതാ മക്കളെ? ഇതാണോ ചെറുത്? നമുക്കറിയാം അല്ലെ, ചെറുതും വലുതും ഒക്കെ നോക്കി പറയാനായിട്ട് അറിയാം. അപ്പൊ ഇതാണ് എന്ത്? ചെറിയ പൂവ്. ഈ ചെറിയ പൂവിന് ഏത് നിറം നൽകാനാണ് പറഞ്ഞത്? മഞ്ഞ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മഞ്ഞ നിറം നൽകുക കേട്ടോ. പിന്നെ മക്കളെടുത്ത് പറയും, ചിത്രത്തിലുള്ള വലിയ പൂവിന് ചുവപ്പ് നിറം നൽകൂ. ചിത്രത്തിലുള്ള വലിയ പൂവിന് ചുവപ്പ് നിറം നൽകൂ എന്ന് പറയും. അപ്പൊ മക്കൾ ഏത് നിറം നൽകണം? വലിയ പൂവിന്. വലിയ പൂവ് ഏതാന്ന് ആദ്യം മക്കൾ കണ്ടെത്തുക. എന്നിട്ട് അതിന് ചുവപ്പ് നിറം വേണം നൽകാനായിട്ട്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അവിടെ വേറൊരു പൂ കൂടി തന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു പൂ കൂടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ വരയ്ക്കുക അല്ലെ. എന്ത് ചെയ്തു? ഒരു പൂ കൂടി തന്നിട്ടുണ്ട് അല്ലെ. ആ പൂവ് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന പൂവാണേ. ചിരിക്കുന്ന പൂവിന് പച്ച നിറം നൽകൂ. ചിരിക്കുന്ന പൂവിന് പച്ച നിറം നൽകൂ. അപ്പൊ കൂട്ടത്തിൽ ഏതാ മക്കളെ ചിരിക്കുന്ന പൂവ്? ഇതാണ് ചിരിക്കുന്ന പൂവ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? അതിന് പച്ച നിറം വേണം നൽകാനായിട്ട്. ചിലപ്പം എന്ത് ചെയ്യും? വേറൊരു പിക്ചർ കൂടി തന്നിട്ട് എന്ത് ചെയ്യാം? ആ ഒരു പൂവിന് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം നൽകാനായിട്ടും പറയാം കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ മക്കൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക? ചെറുത്, വലുത്, അതുപോലെ തന്നെ ചിരിക്കുന്നത് ഏതാണ്, ചിലപ്പോൾ കൂടുതൽ എണ്ണമുള്ളത് ഏതാണ്, കുറച്ച് എണ്ണമുള്ളത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യണം? എന്താണോ പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക? നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഈ അടുത്ത് നമുക്ക് എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ഒരു ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് വലിയ സ്കൂൾ, ഹൈസ്കൂളിലൊക്കെയുള്ള LP ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ, അവർക്ക് കൊടുത്ത ചിത്രത്തിൽ നക്ഷത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ചെറിയ നക്ഷത്രങ്ങളും വലിയ നക്ഷത്രങ്ങളും വാലുള്ള നക്ഷത്രങ്ങളും ചിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവയ്ക്ക് ഓരോന്നും വ്യത്യസ്ത രീതിയിൽ നിറം നൽകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാം? ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ മക്കള് നിർബന്ധമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോവാ കേട്ടോ. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിന് നമുക്ക് വരണ്ടായിരിക്കാം. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അവിടെ മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും? ഒരുപാട് വാഹനങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും തരും. എന്നിട്ട് വാഹനങ്ങളെ അവയുടെ സവിശേഷതയ്ക്ക് അനുസരിച്ച് തരംതിരിക്കാനായിട്ട് പറയും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കരയിലൂടെ പോകുന്ന വാഹനങ്ങള്, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ആകാശത്തിലൂടെ അല്ലെ വായുവിലൂടെ പോകുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ നിർബന്ധമായിട്ടും കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകള്, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകള്, അതുപോലെ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകൾ മക്കൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക കേട്ടോ.
അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കരയിലൂടെ പോകുന്ന 2 വാഹനങ്ങൾ, വെള്ളത്തിലൂടെ പോകുന്ന 2 വാഹനങ്ങളും അതുപോലെ തന്നെ ആകാശത്തിലൂടെ പോകുന്ന 2 വാഹനങ്ങളുടെയും പേരുകൾ എഴുതി കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ കരയിലൂടെ പോകുന്ന 2 വാഹനങ്ങൾ ഏതൊക്കെയാണ്? കാറ്, ബസ്, ലോറി അല്ലെ, ഇവയൊക്കെ എന്താണ് കരയിലൂടെ പോകും. ഇനി വെള്ളത്തിലൂടെ പോകുന്നത് ഏതാണ്? തോണി, ബോട്ട്, കപ്പലൊക്കെ വെള്ളത്തിലൂടെ പോകുന്നതാണ് അല്ലെ. ഇനി നമ്മുടെ ആകാശത്തിലൂടെ അല്ലെ, വായുവിലൂടെ പോകുന്നത് ഏതാണ് മക്കളെ? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ ഒക്കെ എന്താണ് ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിരുതാ നമുക്ക് ഈ അടുത്ത് കഴിഞ്ഞ എക്സാമിന് പോലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മക്കള് ശ്രദ്ധിച്ചിരിക്കണേ. എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ വാഹനങ്ങളുടെ പേരുകളും ചിത്രങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരാറുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് കേട്ടോ. എണ്ണാം എഴുതാം. ഇവിടെ ഈ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കൗണ്ട് ആൻഡ് റൈറ്റ് എന്നായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം എണ്ണാം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ മക്കൾക്ക് ഇതുപോലെ കൂട്ടങ്ങളായിട്ട് കുറച്ച് ചിത്രങ്ങൾ തരും. ഇവിടെ ഇപ്പം നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ട്, പന്തുകളുടെ കൂട്ടമുണ്ട്, അതുപോലെ തന്നെ പൂക്കളുടെ കൂട്ടമുണ്ട് അല്ലെ. 3 കൂട്ടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ട് എണ്ണി എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കൂട്ടത്തിലുള്ള എണ്ണം എത്രയാന്ന് നോക്കാം. മക്കളും എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എണ്ണി നോക്കാം കേട്ടോ. എന്നിട്ട് ആൻസർ കിട്ടിയാൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണേ. ഓക്കെ, നക്ഷത്രങ്ങൾ എത്രയുണ്ട് എല്ലാവരും ഒന്ന് എണ്ണിക്കേ. 1, 2, 3, 4 അല്ലേ. അപ്പൊ എത്രയുണ്ട്? 4 നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. 4 നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതി. അടുത്തത് എത്രയാണ്? പന്തുകളാണ് അല്ലെ. 1, 2, 3 എത്രയുണ്ട് മക്കളെ? 3 പന്തുകള്. പൂക്കൾ എത്രയുണ്ട്? 1, 2, 3, 4, 5 പൂക്കളുണ്ട്. 5 പൂക്കളുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളുടെ കൂട്ടങ്ങൾ തന്നിട്ട് പക്ഷികളുടെയോ അല്ലെങ്കിൽ പന്തുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളുടെയോ ചിത്രങ്ങൾ ഇതുപോലെ തന്നിട്ട് ഓരോ കൂട്ടവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് ഇതുപോലെ കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. എന്നിട്ട് മക്കളടുത്ത് ചോദിക്കും ഏത് കൂട്ടമാണ് ഏറ്റവും കുറവുള്ളത്, ഏത് കൂട്ടമാണ് ഏറ്റവും കുറവുള്ളത്, ഇതിൽ ഏതിന്റെ കൂട്ടമാണ്? നക്ഷത്രങ്ങളാണോ, പന്താണോ, അല്ലെങ്കിൽ പൂക്കളുടെ കൂട്ടമാണോ ഏറ്റവും കുറവെണ്ണമുള്ളത്? നമുക്കറിയാം അല്ലെ, 3 ആണ് ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ തന്നിട്ടുള്ളതിൽ. അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്നത് പന്തുകളുടെ എണ്ണം ആയതുകൊണ്ട് പന്തുകളാണ് കൂട്ടത്തിൽ എണ്ണം കുറവ്. എങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏതാണ്? 5 എണ്ണമുള്ള പൂക്കളുടെ കൂട്ടമാണ് അല്ലെ. 5 എണ്ണമുള്ള പൂക്കളുടെ കൂട്ടമാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ സംഖ്യ എഴുതും മക്കളെ. 3 അത് കഴിഞ്ഞിട്ട് എഴുതും 4 അത് കഴിഞ്ഞിട്ട് എഴുതും 5 അല്ലെ. അപ്പൊ അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ചെറിയ കൂട്ടം ഏതാണ് കണ്ടെത്താൻ പഠിക്കണം, വലിയ കൂട്ടം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പഠിക്കണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് അവയെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഖ്യ ഉണ്ടോ, ഏതാണ്? 15 ആണ് അല്ലെ. 15ന്റെ കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കണ്ടെത്തണം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? അതായത് ഈ സൈഡിലുള്ള ഏതൊക്കെ ക്രിയകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 15 കിട്ടുന്നത് എന്നുള്ളത് മക്കള് കണ്ടെത്തിയിട്ട് പറയണം. നോക്കിക്കേടാ, 10 കൂട്ടണം 5 എത്രയാണ്? നമുക്കറിയാം അല്ലെ, 15 ആണ്. അതുപോലെ തന്നെ 9ഉം 6ഉം ചേർന്നാൽ എത്രയാണ് മക്കളെ? 15 ആണ്. 10ഉം 3ഉം 15 ആണോ? 10ഉം 3ഉം 15 അല്ല അല്ലെ. അപ്പൊ അത് 15ന്റെ കൂട്ടുകാരനല്ല. ഇനി 11ഉം 4ഉം എത്രയാണ്? 15 ആണ്. 11ഉം 3ഉം അതെന്താണ്? 15ന്റെ കൂട്ടുകാരനാണോ? അല്ല അല്ലെ. അപ്പൊ ഇതുപോലെ മക്കൾക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ചോദിക്കൂ കേട്ടോ. അവരെ കൂട്ടുകാരെ കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ അത് എന്ത് ചെയ്യുക, മക്കളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കൂട്ടാനൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോയേ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ടോയ്സുകളുടെയൊക്കെ റൈറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കളിപ്പാട്ടങ്ങളുടെ കാറ്, തൊപ്പി, പമ്പരം, പന്ത് അല്ലെ, ഇവയുടെയൊക്കെ വിലകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ മക്കളത് ചോദിക്കുക ഇങ്ങനെയാണ്, ഇതിൽ ഏറ്റവും കുറവ് വിലയുള്ളത് ഏത് കളിപ്പാട്ടത്തിനാണ്? ഏറ്റവും കുറവ് വിലയുള്ളത് ഏത് കളിപ്പാട്ടത്തിനാണ്? 30 ആണോ, 15 ആണോ, 25 ആണോ, 20 ആണോ? നമുക്കറിയാം അല്ലെ, ഏതാണ്? 15 ആണ്. 15 എന്ന് പറയുന്നത് ഏതാണ്? പന്താണ് അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് വിലയുള്ള കളിപ്പാട്ടം ഏതാണ്? പന്താണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതിനായിരിക്കും? 25 ആണോ, 30 ആണോ, 20 ആണോ? ഏതാണ്? 30 ആണ് അല്ലെ, കാറിനാണ് അപ്പം ഏറ്റവും കൂടുതൽ വിലയുള്ളത്.
പിന്നെ മക്കൾക്ക് ചോദിക്കുക, ഒരു പമ്പരം അതുപോലെ തന്നെ ഒരു പന്ത്, ഒരു പമ്പരവും ഒരു പന്തും കൂടി മേടിക്കാൻ ആകെ എത്ര രൂപയാകും? എത്ര രൂപയായിരിക്കും മക്കളെ? നമുക്കറിയാം പമ്പരത്തിന് 20 രൂപയാണ്, പന്തിനാണെങ്കിൽ 15 രൂപയാണ് അല്ലെ. അപ്പൊ രണ്ടും കൂടി മേടിക്കുക എന്ന് പറയുമ്പോൾ 20 കൂട്ടണം 15 ചെയ്യാണ് വേണ്ടത്. എത്ര ആൻസർ കിട്ടും നമുക്ക്? 35 എന്ന് കിട്ടും അല്ലെ. എത്ര കിട്ടും? 35 എന്ന് കിട്ടും. അപ്പൊ ഒരു പമ്പരവും ഒരു പന്ത് കൂടി മേടിക്കാനായിട്ട് എത്ര രൂപയാകും മക്കളെ? 35 രൂപയായിരിക്കും അല്ലെ. അപ്പം ഇതുപോലെ ഇവിടെ നിന്നൊരു ചോദ്യം നമുക്ക് കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പ്രധാനമായിട്ട് മക്കളുടെ നാളത്തെ എക്സാമിന് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ടീച്ചർ നമ്മുടെ ചാനലിൽ കൂട്ടുകാര് മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളും എല്ലാം കൂടി വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതോടൊപ്പം എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി ഒന്ന് കാണുക കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് നന്നായിട്ട് തന്നെ മക്കൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.